ഗൈസ്, ഇന്ന് നമ്മളൊരു ഹോസ്റ്റൽ വാർട്ടേറ്റിന്റെ ഡേ ആട്ടോ കാണാൻ പോണത്. ഇന്ന് രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് നമുക്ക് മന്തിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണത്തിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൊറിയറേട്ടൻ എന്താ വിളിക്കുന്നത്, ആ നിങ്ങളുടെ സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് മാത്രം വാങ്ങിയതാണ്. ചെറിയൊരു ക്രേവിങ്സ് വന്നപ്പോഴത്തേക്ക് ഓർഡർ ആക്കിയതാണ്. പക്ഷെ എത്ര പെട്ടെന്ന് കൊണ്ടെത്തിക്കുമെന്ന് അറിഞ്ഞില്ല. കാശ് കളഞ്ഞതിൻ്റെ അംഗീകാരം ആട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാശ് കളഞ്ഞതിൻ്റെ ഒരു അഹങ്കാരം എൻ്റെ മുഖത്ത് കാണാനല്ല. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒക്കെ അപ്പോഴത്തേക്ക് ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. അതിൻ്റെ പിക്ചൊക്കെ കാണുന്നത് ഒരാളാണെങ്കിൽ ചായക്കകത്ത് ഉള്ളിവിടെ മുക്കി തിന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ ആദ്യം കുറെ കളിയാക്കിയായിരുന്നു. പിന്നെ ഇനി അഥവാ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് മുക്കി നോക്കി കേട്ടോ. കളിയാക്കിയതൊക്കെ വിട്ടാലും ചിലപ്പോൾ ഒരു ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട്. അതിനാണെങ്കിൽ പറയത്തൊക്കെ ടേസ്റ്റും ഇല്ല, പറയാനായിട്ട് കുറ്റമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എന്തിനാന്നല്ലേ സൂപ്പർ മാർക്കറ്റിലേക്ക്, നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. അവിടെ ചെന്ന് ഇടയ്ക്കുന്ന സ്റ്റക്കായെങ്കിലും എന്നെ മിച്ചു അവിടുന്ന് വലിച്ചെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വല്ലതൊക്കെ വാങ്ങി കൊടുക്കണമെന്ന് പേടിച്ചിട്ടായിരിക്കും. ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു എഗ് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എഗ് റൈസ് പിന്നെ നമ്മുടെ ലൈഫ് സേവർ ആണല്ലോ. അത് കഴിഞ്ഞ് രാത്രി ഒരു സ്നിക്കേഴ്സും പിന്നെ ഒരു ഷേക്കും, പിന്നെ രാത്രി ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് ബണ്ണും ചായ ആയിട്ട് കിട്ടിയത്.